ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ കണ്ണിൻ്റെ രോഗങ്ങൾ, കണ്ണിൻ്റെ ഡിസീസുമായി ഒരു ചോദ്യം നിർബന്ധമായിട്ട് ചോദിക്കും. ഈ ഒരു ചോദ്യം നോക്കടാ. ഇൻക്രീസ് ദ പ്രഷർ ഇൻസൈഡ് ഐ, അത് കണ്ണിനുള്ളിലെ അതിമർദ്ദം അനുഭവപ്പെടുന്നു. ലക്ഷണം തരുന്നത് കോസസ് ഡാമേജ് ഓഫ് റെറ്റിന, അതായത് എന്താ, നമ്മുടെ റെറ്റിനയുടെ പ്രകാശഗ്രാഹികളും കോശങ്ങളും നാശത്തിലാകുന്നു, ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഒക്കെ ഡാമേജ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഏത് രോഗമാണെന്ന് അത് ചോദ്യം. അപ്പോൾ നമുക്കറിയാലോ ഇത് ഏത് രോഗമാണ്. കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുക, മർദ്ദം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രോഗമാടാ? ഗ്ലോക്കോമ. ഏത് രോഗ? അതിൻ്റെ റീസൺ ചോദിച്ചു. ഈ ഗ്ലോക്കോമിൻ്റെ റീസൺ എന്താ? റീ അബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിനം നടക്കാതൊക്കെ. നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ, അക്വസ് ദ്രവത്തിൻ്റെ പ്രത്യേകത കണ്ണിന്ന് ബ്ലഡിന്ന് രൂപപ്പെട്ട് ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു കയറുന്ന ഫ്ലൂയിഡിനെ പറഞ്ഞ പേരാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. എന്താണ് അക്വസ് ഹ്യൂമർ? അക്വസ് ദ്രവം. ഇത് ഒരാളിൽ ബ്ലഡിന്ന് രൂപപ്പെട്ടിട്ട് ബ്ലഡിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് കയറാതെ നിൽക്കുന്ന ഈ അവസ്ഥക്കാണ് എന്ത് പറയുക? ഗ്ലോക്കോമ. അപ്പോൾ പ്രഷർ കൂടും, മർദ്ദം കൂടും, നമ്മൾ ഒപ്റ്റിക് നെർവ് എന്താവും? ഡാമേജ് ആവും, ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഒക്കെ ഡാമേജ് ആവും. അപ്പോൾ ഈ ഒരു രോഗം എൻ്റെ മക്കൾ നിർബന്ധമായും പഠിക്കണം.